കഴിഞ്ഞ ദിവസം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി ക്രമീകരിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലേക്ക് ബസ് ഇടിച്ചു കയറി അപകടമുണ്ടായ സാഹചര്യത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു. അതേസമയം യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസ്സുകളുടെ സാങ്കേതിക തകരാറുകൾ മൂലമോ ഡ്രൈവർമാരുടെ അശ്രദ്ധയോ മറ്റു പിഴവുകളോ മൂലമോ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗം ഉൾപ്പെടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് വേണ്ടി ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന 4 സ്ഥലങ്ങളിലും ബസ്സുകളുടെ മുൻവശത്തുള്ള ടയറുകൾ തടഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ നിർമ്മിക്കുവാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഭീഷണിയാകുന്ന തരത്തിൽ ബസ് സ്റ്റാൻഡിൽ കൂടി അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയതെന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ഭാരവാഹികൾ പറഞ്ഞു. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകൾ വരുമ്പോൾ അത് മുന്നോട്ട് കയറി പോകാത്ത തരത്തിൽ ബസ്സിൻ്റെ മുൻ ചക്രങ്ങൾ തടഞ്ഞു നിൽക്കുന്ന തരത്തിലൊരു ഡിവൈഡർ നിർമ്മിച്ച് അത് KSRTC ബസ് ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്ന 4 ഭാഗങ്ങളിലും അങ്ങനെയുള്ള ഡിവൈഡർ നിർബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പൊതുനിരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വകാര്യ വാഹനങ്ങളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ തരംഗം വിലക്കം പാർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പലപ്പോഴും ഭാഗ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് അവിടെ അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും സുരക്ഷിതമായും നിർഭയമായും തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തന്നുകൊണ്ട് അനിയന്ത്രിതമായും സ്വകാര്യ വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതും പാർക്ക് ചെയ്യുന്നതും തടയുന്നതിനാവശ്യമായ നടപടികൾ മുനിസിപ്പൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഞങ്ങൾ ഇന്ന് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം നിവേദനം നൽകിയിരിക്കുകയാണ്. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ, ഭാരവാഹികളായ ബിജു PV, ബിജു ചാക്കോ, രഞ്ജിത്ത് PT, അശോകൻ PN, ബിനീഷ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. അതേസമയം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞു കയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബൈസൺവാലി സ്വദേശി സിറിൽ വർഗീസിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 1 മാസത്തേക്കാണ് ഇടുക്കി RTO ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എടപ്പാൾ IDTR-ൽ 1 മാസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിനും ഡ്രൈവറെ അയച്ചു.